വീടെന്ന് പറയുന്നത് ഒരു മാജിക്കൽ പ്ലേസ് ആണല്ലേ. ലോകത്ത് എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഏതൊക്കെ രാജ്യത്ത് സഞ്ചരിച്ചെന്ന് പറഞ്ഞാലും നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു കംഫർട്ട്നെസ്, ആ ഒരു സന്തോഷം അത് എവിടെ നിന്നും കിട്ടാറില്ലെന്ന് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞായിരിക്കുമ്പോഴേ മുതിർന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമല്ലോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങാനായിട്ടൊരു പ്രത്യേക സുഖമാണ്. ഭാര്യനെയും മക്കളെയും അപ്പനെയും അമ്മനെയൊക്കെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഭയങ്കര വലുതാണെന്നൊക്കെ. അന്നേരമൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നെ വീടിനൊക്കെ ഇത്രയും വലിയ ഹൈപ്പിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. പക്ഷേ ഇപ്പോൾ വളർന്ന് വലുതായി ആ ഒരു സാഹചര്യത്തിലെത്തിയപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരെന്താ ഉദ്ദേശിച്ചിരുന്നതെന്ന്. ഇംഗ്ലീഷിലെ ഒരു സേയിങ് ഉണ്ട്, ഡിസ്റ്റൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. അതായത് ദൂരം ഏറും തോറും നമുക്ക് ചില കാര്യങ്ങളോടുള്ള താല്പര്യം, ഇഷ്ടം ഇതെല്ലാം കൂടിക്കൊണ്ടിരിക്കും. വീടും ഞാനും തമ്മിലുള്ള ദൂരം കൂടിയോണ്ടാണോ അല്ലെങ്കിൽ വീടിനോടും വീട്ടുകാരോടുമുള്ള അറ്റാച്ച്മെന്റ് ആണോ എന്നൊന്നും അറിയത്തില്ല. വീടിപ്പോൾ ഒരു ഇമോഷനാണ്. ഇനി എന്നാണ് അങ്ങോട്ടൊരു തിരിച്ചു പോക്കെന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിന്ന് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ഡ്രോയിങ് ആയിട്ടോ. നമ്മൾ ആദ്യം ഒരു കുഞ്ഞു വീട് വരയ്ക്കുന്നു, എന്നിട്ട് പണ്ട് നമ്മൾ കാണത്തില്ലേ അടുപ്പില് കഞ്ഞിയും കറിയൊക്കെ വെക്കാനായിട്ട് കത്തിച്ചിട്ട് ഈ പുകക്കുഴലിൽ കൂടി പുക ഇങ്ങനെ പടർന്ന് അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ആ ഒരു സംഭവം കേട്ടോ വരയ്ക്കുന്നത്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഈ പുക പടലങ്ങളിലാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും നമ്മളൊരു സെമി സർക്കിൾ ആൻഡ് സർക്കിൾ പാറ്റേൺ അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ പിഗ്മ മൈക്രോൺ പെൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വരച്ചിരിക്കുന്നത്. 02 നിബ് സൈസ് വരുന്ന പേനയാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? പിന്നെ നിങ്ങളുടെ വീട് എത്രത്തോളം നിങ്ങൾക്ക് പ്രിയപ്പെട്ടാണ് നിങ്ങൾ കമന്റിൽ പറയുക കേട്ടോ. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു യെല്ലോ ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യണേ. അപ്പൊ ശരി, വേണ്ടി പറഞ്ഞിരിക്കാൻ ഇനി അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസ് ടോക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ ശരി, പിന്നെ കാണാം.